ഹൗസ് ഹോൾഡ് ഐറ്റംസിൽ ക്വാളിറ്റിയിലും വിലക്കുറവിലും ആരാണ് മുന്നിലെന്ന ചോദ്യത്തിന് വടകരക്കാർക്ക് വർഷങ്ങളായി ഒരു ഉത്തരം മാത്രമേയുള്ളൂ: വടകര സ്റ്റോർ. അതിനവിടെ ഹോൾസെയിൽ മാത്രമല്ലേ ഉള്ളൂ എന്നതായിരിക്കും നിങ്ങളുടെ സംശയം. അല്ല. ഹോൾസെയിലായും റീറ്റെയിലായും ഹൗസ് ഹോൾഡ് ഐറ്റംസുകൾ ലഭിക്കുന്ന വടകരയിലെ ഒരേ ഒരു സ്ഥാപനമാണ് വടകര സ്റ്റോർ. പിന്നെ ഒരു സംശയം സ്വാഭാവികമായും നിങ്ങൾക്കുണ്ടാകും: എങ്ങനെയാണ് ഇത്രയും ക്വാളിറ്റിയിൽ ഇത്രയും വില കുറച്ച് നൽകാൻ കഴിയുന്നത് എന്ന്. അതും പറയാം. ഇടനിലക്കാരില്ലാതെ കമ്പനിയിൽ നിന്ന് നേരിട്ട് ഇറക്കുമതി ചെയ്യുന്നതുകൊണ്ട് വളരെ വില കുറച്ച് മേന്മയേറിയ ഉൽപ്പന്നങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നു. മാത്രമല്ല, വടകരയിലെ ഏറ്റവും വലിയ സ്ഥാപനവുമാണ് വടകര സ്റ്റോർ. വടകര സ്റ്റോർ എന്നും വടകരയുടെ സ്റ്റോർ. മികച്ച വിലയിൽ പഴയ അലൂമിനിയം, സ്റ്റീൽ, ഓട്, ചെമ്പ്, പിച്ചള, ഇരുമ്പ്, പ്ലാസ്റ്റിക് എന്നിവ എടുക്കുന്നു. വടകര സ്റ്റോർ, റെയിൽവേ സ്റ്റേഷൻ റോഡ്, വടകര.
അനാഥരാക്കരുത് മാതാപിതാക്കളെ എന്ന സന്ദേശമുയർത്തിക്കൊണ്ട് ഹരിതാമൃതം 15ാമത് വർഷത്തിൽ കഴിഞ്ഞ ഫെബ്രുവരി 6 തുടങ്ങിയിരിക്കുകയാണ്. നമ്മൾ വളരെയധികം പവലിയനുകൾ ഈ പ്രാവശ്യം ഈ ഹരിതാമൃതത്തിലുണ്ട്. നമ്മുടെ ഒരു ഫോട്ടോ പ്രദർശനമുണ്ട്. തിരുവനന്തപുരത്തുള്ള ബിജു കാരക്കോണത്തിൻ്റെ ഫോട്ടോ പ്രദർശനമുണ്ട്. അനുശ്രീ ചോറോടിൻ്റെ ചിത്ര പ്രദർശനമുണ്ട്. അതേപോലെ കണ്ണമ്പുറത്ത് പപ്പേട്ടൻ്റെ വിപുലമായ രീതിയിലുള്ള ജൈവ കാർഷിക ഉൽപ്പന്നങ്ങളുണ്ട്. കല്ലേരിയിലെ സഹകരണ കാർഷിക നഴ്സറിയുടെ അലങ്കാര ചെടികൾ ഉൾപ്പെടെയുള്ള ധാരാളം ചെടികളുണ്ട്. വി ടി ശ്രീധരൻ ഇരിട്ടിയിലുള്ള മലനാട് നഴ്സറിയുടെ വളരെയധികം ചെറിയ വളരെ എളുപ്പത്തിൽ വളരെ വേഗത്തിൽ വിളവ് ലഭിക്കുന്ന മാവിൻ തൈകളും പിലാവിൻ്റെ തൈകളും ഒക്കെ ഉണ്ട്. അങ്ങനെ ജൈവ കാർഷിക മേഖലയിലുള്ള ധാരാളം പവലിയനുകൾ ഈ വർഷം ഒരുക്കിയിട്ടുണ്ട്. നല്ല നാട്ടുഭക്ഷണശാലയാണ്. നാട്ടുഭക്ഷണശാലയിൽ മുളയരിക്കഞ്ഞിയും അതേപോലെ തന്നെ കണ്ടിക്കിഴങ്ങിൻ്റെ കഞ്ഞിയും തവിടരിക്കഞ്ഞിയും പുഴുക്കും ആ രീതിയിൽ വളരെ വിപുലമായ രീതിയിൽ ധാരാളം പവിഴമല്ലിയുടെ സിറപ്പ് അതേപോലെ തന്നെ ചെമ്പരത്തി സ്ക്വാഷ് ആ രീതിയിലുള്ള നമ്മളെ പ്രകൃതിദത്തമായ നിരവധി ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തുന്ന സ്റ്റാളുകൾ നമ്മുടെ ഈ വർഷത്തെ ഹരിതാമൃതത്തിൽ ഒരുക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മളെ മാങ്ങ ഇഞ്ചിയുടെ അച്ചാർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പാരമ്പര്യ വൈദ്യന്മാർ തങ്കച്ചൻ വൈദ്യർ എല്ലാ ദിവസവും കഴിഞ്ഞ ഈ തുടങ്ങിയ അന്ന് മുതൽ നമുക്കറിയാം തങ്കച്ചൻ വൈദ്യർ എല്ലാ കാലങ്ങളിലും ഈ ഹരിതാമൃതത്തിൽ സജീവമായി മുഴുവൻ ദിവസവും വന്ന് പങ്കെടുക്കുന്നതാണ്. തങ്കച്ചൻ വൈദ്യരുണ്ട്. അതേപോലെ നടരാജ സ്വാമിയുണ്ട്. നടരാജ സ്വാമി ആദിവാസി പാരമ്പര്യ വൈദ്യനാണ്. പിന്നെ നമ്മുടെ മട്ടന്നൂരിലുള്ള ഭാസ്കരൻ വൈദ്യരുടെ ശാലുണ്ട്. അതേപോലെ സുഗൻ വൈദ്യർ കൂത്തുപറമ്പ് ഇരിട്ടിയിലുള്ള സുഗൻ വൈദ്യരും അവരുടെ വൈഫ് ഷർലി സുഗനുമുള്ള പവലിയനുണ്ട്. കുത്താമ്പള്ളിയുടെ പവലിയൻ. അങ്ങനെ ധാരാളം പവലിയനുകൾ നമുക്ക് മുൻകാലങ്ങളിൽ വ്യത്യസ്തമായി വളരെ സജീവമായ ഇപ്പം വടകരയിലും പരിസരമുള്ള പുതുതായി ഈ സംരംഭങ്ങൾ ആരംഭിച്ച ധാരാളം ആളുകൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ കടത്തനാട് എന്ന് പറയുന്ന ഒരു സ്ഥാപനം വെള്ളികുളങ്ങരയിൽ നിന്ന് വന്നിട്ടുണ്ട്. അതുപോലെ 110 പുത്തൂരിൽ നിന്ന് ആപ്തി എന്ന് പറയുന്ന സ്ഥാപനമുണ്ട്. പിന്നെ നമ്മൾ കേരള ജൈവ കർഷക സമിതിയുടെയും നാറ്റ് ബോണ്ടിൻ്റെയും 7 ഡേയ്സിൻ്റെ ഒക്കെ തന്നെ പവലിയനുകൾ ഇവിടെയുണ്ട്. പിന്നെ കാർഷിക ഉപകരണങ്ങളുമായി നമ്മുടെ ഈ മെറ്റൽസിൻ്റെ സ്ഥാപനമുണ്ട്. പിന്നെ നമ്മുടെ അടക്ക ഉരിക്കുന്ന യന്ത്രങ്ങൾ ആ യന്ത്രവുമായി ബാലകൃഷ്ണൻ അങ്ങനെ നമ്മുടെ കണ്ണൂക്കരയുള്ള ബാലകൃഷ്ണേട്ടൻ്റെ തൈകൾ നമ്മുടെ ഈ പച്ചക്കറികളുമൊക്കെ വിത്ത് ഉണ്ടാക്കുന്നതിന് പകരം തൈകൾ തന്നെ ഉൽപ്പാദിപ്പിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ ധാരാളം പവലിയനുകൾ വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ ക്ലാസ്സുകൾ എന്നൊക്കെ പറയുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ക്ലാസ്സുകളൊക്കെ വളരെ സജീവമായിരുന്നു. ഇന്നൊക്കെ ധാരാളം ആളുകൾ ക്ലാസ്സുകളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. 11-ാം തീയതി രാവിലെ അതായത് സമാപന ദിവസം രാവിലെ നമ്മുടെ വടകര നഗരസഭയുടെ ജനകീയാസൂത്രണ പദ്ധതി കാലത്തുള്ള സെക്രട്ടറി ശ്രീ വേണുഗോപാൽ അദ്ദേഹം പിന്നീട് IAS എടുത്ത് അദ്ദേഹം ഗവൺമെൻറ് സെക്രട്ടറി ആയിട്ട് റിട്ടയർ ചെയ്തതാണ്. അദ്ദേഹം വരികയാണ് ഹരിതാമൃതത്തിലേക്ക്. ശരിക്കും പറഞ്ഞാൽ ഹരിതാമൃതത്തിന് ബീജാപാപം ചെയ്തത് വടകര നഗരസഭ ജനകീയാസൂത്രണ പദ്ധതിയുടെ കാലഘട്ടത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന കാർഷിക സഹായ തൊഴിലാളി സംഘം എന്ന് പറയുന്ന ഒരു പദ്ധതിയാണ്. അന്ന് ആ പദ്ധതിയുമായി ഏറെ ബന്ധപ്പെട്ട വ്യക്തിത്വമാണ് അന്നത്തെ നഗരസഭാ ചെയർമാൻ കെ ശങ്കരക്കുറുപ്പ്, അന്നത്തെ കൗൺസിലേഴ്സ്, അതുപോലെ നഗരസഭാ സെക്രട്ടറി ആയിരുന്ന ശ്രീ പി വേണുഗോപാൽ. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ അന്നത്തെ പ്രമുഖമായ ചില വ്യക്തിത്വങ്ങളെ ഈ 11-ാം തീയതി രാവിലെ നടക്കുന്ന ചടങ്ങിൽ ആദരിക്കുകയാണ്. അന്നത്തെ ഭക്ഷ്യകൃഷി സംഘത്തിൻ്റെ ചെയർമാനായിരുന്ന അതേപോലെ കലാ സാംസ്കാരിക സംഘടനകളുടെ കൂട്ടായ്മയുടെ ചെയർമാനായിരുന്ന വടകരയിലെ പ്രമുഖ വ്യവസായി റാണി പബ്ലിക് സ്കൂളിൻ്റെ ചെയർമാനും കൂടിയായിട്ടുള്ള ശ്രീ VR കൃഷ്ണൻ, അന്നത്തെ ജനകീയാസൂത്രണ പദ്ധതിയുടെ കോർഡിനേറ്ററായിട്ടുള്ള ശ്രീ മണലിൽ മോഹനൻ, അതേപോലെ കാർഷിക സഹായ തൊഴിലാളി സംഘത്തിൻ്റെ സെക്രട്ടറി ആയിരുന്ന അന്നത്തെ കൗൺസിലറുമായിരുന്ന ശ്രീ M ഭാസ്കരൻ, ആ 3 വ്യക്തികളെ അന്ന് ആദരിക്കുകയാണ്. അന്ന് വൈകുന്നേരം നടക്കുന്ന സമാപന സമ്മേളനത്തിൽ നമ്മുടെ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി പ്രസിഡന്റ് ശ്രീ പാലേരി രമേശനാണ് ആ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്. നമ്മുടെ ആവളയിലുള്ള ഏറ്റവും പ്രശസ്തമായ മലബാറിലെ ഏറ്റവും പ്രശസ്തമായ വൈദ്യർ ശ്രീ EC ശ്രീധരൻ നമ്പ്യാരെ ആ ചടങ്ങിൽ വെച്ച് ആദരിക്കുകയാണ്. ഈ വരുന്ന ദിവസങ്ങളിൽ നടക്കുന്ന പരിപാടികളിൽ എല്ലാ ആളുകളെയും ക്ഷണിക്കുകയാണ്. ഒരു കാര്യം നമുക്ക് വ്യക്തമായിട്ട് പറയാം, പുതിയ കാലത്തേക്കുള്ള വലിയ സന്ദേശമാണ് ഹരിതാമൃതം നൽകിക്കൊണ്ടിരിക്കുന്നത്. 2010 ആരംഭിച്ച ഹരിതാമൃതം ഈ 15-ലെത്തി നിൽക്കുമ്പോൾ നമ്മുടെ സമൂഹത്തിൻ്റെ വലിയൊരു വിഭാഗം, കേരളത്തിൻ്റെ നാനാഭാഗങ്ങളിലുള്ള ആളുകൾ ഈ ടൗൺ ഹാളിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ വലിയ മുന്നേറ്റമാണ് ഹരിതാമൃതത്തിന് ഈ വടകര ടൗൺ ഹാളിൽ ഈ 15-ാമത് വർഷത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. വളരെ വലിയ ജനപങ്കാളിത്തം ഉണ്ട്. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിലും എല്ലാ ആളുകളും വരണം. നിങ്ങളൊക്കെ വന്ന് കാണുകയും കേൾക്കുകയും കണ്ടും കേട്ടും പഠിക്കുകയും ചെയ്യണമെന്ന് വിനയപുരസ്സരം അഭ്യർത്ഥിക്കുന്നു.
ടീച്ചറെ, ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡിങ് ഫെസ്റ്റിവൽ ആണ്. നമ്മുടെ ഫാമിലിയിലെ കല്യാണം. ഫാമിലിയിൽ കല്യാണമാണ്. ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിനൊരുങ്ങി ഫാമിലി വെഡിംഗ് സെന്റർ. അപ്പോ ടീച്ചർ കുടുംബസമേതം വരണം. ഓ, ആയിക്കോട്ടെ. ഫാമിലി വെഡിംഗ് സെന്റർ.